രാജ്യത്തും തലസ്ഥാനത്തും ഒട്ടേറെ സമര പോരാട്ടങ്ങളുടെ പൂക്കൾ വിതറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI 100ന്റെ നിറവിൽ. 100 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടുകാരനായ ശിങ്കാരവേലു അധ്യക്ഷനായ പാർട്ടിയെ 100 വർഷം പിന്നിടുമ്പോഴും തമിഴ്നാട്ടുകാരനായ D. രാജ ദേശീയ ജനറൽ സെക്രട്ടറി ആയതും ശ്രദ്ധേയമാണ്. രാജ്യത്ത് ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും സംസ്ഥാനത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുകയും ചെയ്ത പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 100 വർഷം പിന്നിടുന്ന വേളയിൽ പാർട്ടിയോടൊപ്പം സഹയാത്രികനായും ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായും പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായും ചേർന്നിട്ടുള്ള ചിറ്റയം ഗോപകുമാറാണ്. സാറേ, എങ്ങനെയാണ് പാർട്ടിയുടെ 100 വർഷങ്ങൾ സാറിന്റെ ഓർമ്മയിലേക്ക് എത്തുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൺപൂരിൽ വെച്ചാണ് രൂപീകൃതമാകുന്നത്. നാളെ 26-ാം തീയതി, ഡിസംബർ 26-ാം തീയതി 100 വർഷം പിന്നിടുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. സോഷ്യലിസ്റ്റ് ചിന്താഗതിയായിട്ടുള്ള ആളുകൾ അന്നത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് കാൺപൂരിൽ ഒത്തുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വേരുള്ള ശക്തമായ പ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞിരുന്നു. രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രത്യേകിച്ച് തൊഴിലാളികളെ, വ്യവസായ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അടിസ്ഥാന ജനവിഭാഗങ്ങൾ, രാജ്യത്ത് പാവപ്പെട്ട മനുഷ്യൻ, അവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. അതുകൊണ്ട് തന്നെ CPI രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ 100 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് പാർട്ടി ഉണ്ടായിട്ട് 100 വർഷം പിന്നിടുന്നു. അന്നത്തെ ആദ്യകാല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറിയോ ദേശീയ പ്രസിഡന്റോ ഒരു തമിഴ്നാട് വംശജനാണ്. ഇപ്പോഴ് 100 വർഷം തികയുമ്പോൾ D. രാജയിൽ എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് സാർ അതിനെ ഓർക്കുക? തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ പാർട്ടിയുടെ നേതാവായിരുന്നു രൂപീകരണ സമയത്ത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി. പിന്നീട് ഒരുപാട് നേതാക്കന്മാർ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിമാരായി വന്നു. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വീണ്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള D. രാജ ജനറൽ സെക്രട്ടറിയായി വന്നു എന്നുള്ളത് അഭിമാനത്തോടെയാണ് ഞങ്ങളെല്ലാം കാണുന്നത്. രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ രാജ്യത്തെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ കെൽപ്പുള്ള നേതാവായി D. രാജയ്ക്ക് മാറാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 100 വർഷം പിന്നിടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. അന്ന് നമ്മുടെ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് എതിരെയൊക്കെയായിരുന്നു പാർട്ടി അന്ന് പോരാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ മുതലാളിത്ത വ്യവസ്ഥത്തിന്റെ മറ്റൊരു മുഖമാണ് കോർപ്പറേറ്റ് ലോകത്തും രാജ്യത്തും എമ്പാടും. പക്ഷെങ്കിൽ പാർട്ടി ശക്തമായ ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ളത്. അത് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും അന്ന് ജന്മിത്വവും നാടുവാഴിത്വവും ശക്തമായി നിലനിന്ന കാലമായിരുന്നു അന്ന്. ആ ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും മുതലാളിത്തത്തിനുമെതിരായ ശക്തമായ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഈ മുതലാളിത്തത്തിനെതിരായി, ഇപ്പോഴത്തെ കോർപ്പറേറ്റ് മുതലാളിത്തത്തിനെതിരായി ശക്തമായ പ്രക്ഷോഭത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസും BJPയും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് രാജ്യത്തെ അടിയറ വെച്ചു എന്നുള്ള നിലയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതിൽ കോൺഗ്രസും BJPയും ഒരു നാണയത്തിന്റെ 2 വശമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ കോർപ്പറേറ്റ് മുതലാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിത്തത്തിനെതിരായി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും മുതലാളിത്തത്തിനെതിരായി ശക്തമായി യോജിപ്പിച്ചുകൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നു. നിയമസഭയിലും പാർലമെന്റിലും പക്ഷെങ്കിൽ അംഗബലം കുറയുന്നുകൊണ്ട് ഒരു പാർട്ടിയെ ചെറുതായി കാണാൻ കഴിയില്ല. അതായത് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈ ചെങ്കൊടി അല്ലെങ്കിൽ ഈ ദേശീയ പതാക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പതാക ചെങ്കോട്ടയിൽ ഒരാളെങ്കിലും ഉയർത്തുന്ന കാലത്തോളം കൂടി കോൺഗ്രസ് ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോട് ഒപ്പം തന്നെ പാർട്ടിയും അതുപോലെ തന്നെ ഉണ്ടാകുമല്ലോ ജനമനസ്സുകളിൽ നിന്ന്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി രംഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാകണം. പാർലമെന്ററി രംഗത്ത്
ഉണ്ടാകുമ്പോഴാണ് പാർലമെന്റിൽ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നത്. തീർച്ചയായും പാർലമെന്ററി രംഗത്ത് വരുമ്പോഴാണ്. ആ പാർലമെന്ററി രംഗത്ത് രാജ്യത്താകെ ഏറ്റവും ശക്തമായി പ്രതിനിധികൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും പാർലമെന്ററി രംഗത്ത് അംഗസംഖ്യ കുറവാണെങ്കിലും ഇന്നും ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഉള്ള വേരോട്ടമുള്ള ശക്തമായ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഛത്തീസ്ഗഡിൽ നിങ്ങൾക്കറിയാം, അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ പക്ഷം നടന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒറീസയിൽ ഏറ്റവും ശക്തമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കർഷക സമരത്തിൽ അതെ. അപ്പൊ കർഷക സമരം പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള BJP സംഘപരിവാർ ശക്തികളുടെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPI ആണ്. അതുകൊണ്ട് തന്നെ CPI ഇന്ന് രാജ്യത്ത് പാർലമെന്ററി രംഗത്ത് അംഗസംഖ്യ കുറവാണെങ്കിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ജനങ്ങൾ ഈ 100ാം വാർഷികത്തിന്റെ വേളയിലെ ഉറ്റുനോക്കുന്ന വേറൊരു സംഭവങ്ങൾ കൂടിയുണ്ട്. CPM-ഉമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു കാലം അതിവിദൂരമാണോ? ഇപ്പോൾ ഞങ്ങൾ യോജിച്ചാണല്ലോ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ഐക്യം എന്നുള്ള നിലയിൽ CPI-യും CPM-ഉം യോജിച്ച നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം പ്രവർത്തനങ്ങളിൽ വേറിട്ട നിലപാടെടുത്തുകൊണ്ട് പോവുകയാണ്. രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും വർഗീയ ഫാസിസം അവസാനിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യോജിച്ച പോരാട്ടം നടത്തണം. യോജിച്ച് തന്നെ CPI-യും CPM-ഉം മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഇപ്പം ബിനോയ് വിശ്വത്തിന്റെ അടുത്ത് വരെ വന്ന സംസ്ഥാന സെക്രട്ടറി നിൽക്കുകയാണ്. മുൻകാല നേതാക്കന്മാരെ ഒത്തിരി നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റും. CK ചന്ദ്രപ്പൻ, ഭഗവാൻ, ഒത്തിരി ഉള്ളത്. പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിലും ഇപ്പോഴുള്ള കാലഘട്ടത്തിലും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ പാർട്ടിക്ക്? ഓരോ കാലഘട്ടത്തിലും ഓരോ നേതാക്കന്മാർക്ക് പ്രത്യേകതകളുണ്ട്. അവരെല്ലാം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടായ തീരുമാനം നടപ്പാക്കുന്നവരാണ്. വ്യക്തിപരമായി ആരുടെയും തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെ കൂട്ടായ തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന തരത്തിൽ അവരോടൊപ്പം തന്നെ വിരോധിച്ചും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പാർട്ടിക്കേറെ കരുത്ത് നൽകുന്നുണ്ട്, ശക്തി നൽകുന്നുണ്ട്. ഏറ്റവും അവസാനം ഇപ്പൊ തന്നെ ജനപക്ഷത്തു നിന്നുമാണ് ഏറ്റവും അടുത്ത ഒരു തീരുമാനം എടുത്തത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? PMC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് കാര്യത്തിലും ശരിയായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് RSS സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഭരിക്കുമ്പോൾ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുത്താൽ തീർച്ചയായും അതിനെ അതിശക്തമായി ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം. അത് PMC വിഷയമായാലും കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് സംസ്ഥാനത്ത് നൽകേണ്ട വിധം വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലായാലും സാമ്പത്തികമായി സംസ്ഥാനത്ത് ഞെരുക്കാൻ ശ്രമിക്കുന്ന BJP-യുടെ നയമായാലും അതിനൊക്കെ എതിരായി തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ലെങ്കിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ശരിയായ നിലപാടെടുത്തുകൊണ്ട് ശരിയായ നടപടിയിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. അതിനിയും മുന്നോട്ട് പോകും. ഏറ്റവും അവസാനം ഇനി എന്തൊക്കെയാണ് 100ാമത്തെ വാർഷികത്തിൽ നാളെ പാർട്ടിയുടെ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ എന്തൊക്കെ പരിപാടി? സംസ്ഥാനത്ത് മുഴുവൻ പാർട്ടി ഓഫീസുകളും അലങ്കരിച്ച് അവിടെ പതാക ഉയർത്തി 100ാം വാർഷികം എല്ലാ സംസ്ഥാനത്തുടനീളം ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും സംസ്ഥാനത്തുടനീളം മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഓഫീസുകൾ അലങ്കരിക്കുക, കൊടിതോരണങ്ങൾ കെട്ടുക, അവിടെ പതാക ഉയർത്തുക, അങ്ങനെ വലിയ പരിപാടികളാണ് ഇവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകമായി ഓരോ ജില്ലയിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ അടിസ്ഥാനത്തിലും അത്തരം പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയുടെ 100ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കനൽ ഒരു തരി മതി എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്തു നിന്നും എന്നും CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകും എന്നാണ് ഡെപ്യൂട്ടി സ്പീക്കറും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ചിറ്റയം ഗോകുമാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.